അല്ല, ആരാ ഈ വന്നിരിക്കുന്നത്? എത്ര കാലായിടോ കണ്ടിട്ട്. വരണം, പ്ലീസ് കം. ഇതെന്റെ മകനാ, അറിയില്ലേ? അറിയോന്ന്? ഇത്തവണത്തെ എന്റെ അവാർഡ് തട്ടിയെടുത്ത മിടുക്കനല്ലേ? അവാർഡ് ഫംഗ്ഷന്റെ ഫോട്ടോ കണ്ടപ്പോഴാ അച്ഛൻ നിങ്ങൾ തമ്മിലുള്ള ഫ്ലാഷ് ബാക്കുകൾ പറഞ്ഞത്. അതൊക്കെ ഒരു കാലം അല്ലേടോ. ഇനി തന്റെ അനുഗ്രഹം വാങ്ങിക്കാതെ ഇവൻ ബിസിനസ് ചെയ്താൽ നന്നാവൂല എന്ന് ഞാൻ പറഞ്ഞു. അനുഗ്രഹം മേടിക്കാനാണ് ഞാൻ വന്നത്. എന്താ ഇത്? ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. വാ, ഇരിക്കടോ. ഹലോ. ഹലോ. എന്റെ മോള് ഗംഗ. ഞങ്ങൾ തമ്മിൽ നേരത്തെ അറിയാം. ആ, മോള് പോയി നല്ല ചായ ഉണ്ടായിക്കൊണ്ടുവാ. നിന്റെ കൈപ്പുണ്യം ഇവരൊന്നും അറിയട്ടെ. സത്യം പറഞ്ഞ തന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ എന്റെ മാനേജർ പരമാനത്തെ ഇപ്പൊ അങ്ങോട്ട് അയച്ചതേ ഉള്ളൂ. എടോ പ്രസാദേ, ഇവനെ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്കങ്ങ് ഇഷ്ടായി. ഇപ്പോഴത്തെ ചെറുപ്പക്കാരിൽ ഇവനെ പോലെ എന്റർപ്രൈസിംഗ് ആയിട്ട് എത്ര പേരുണ്ടാവും? ഇവനെ എനിക്ക് തന്നുകൂടെ? എന്ന് വെച്ചാൽ എന്റെ മോളും ഇവനും തമ്മിൽ പരിചയമാണെന്ന് പറയുന്നു. എങ്കിൽ പിന്നെ ആ പരിചയം നമുക്കങ്ങ് കെട്ടി ഉറപ്പിച്ചാലോ? എനിക്ക് 100 വട്ടം സമ്മതം. ഇവന് 101 വട്ടം സമ്മതം. എടോ പ്രസാദേ, ഇപ്പോഴും സ്മോൾ അടിയൊക്കെ ഉണ്ടോടോ? ആ മോളെ, നിന്റെ കാര്യ ഞങ്ങൾ ഇതുവരെ സംസാരിച്ചോണ്ടിരുന്നത്. നിന്നെ എത്രയും വേഗം കെട്ടിക്കാനാണ് ഞങ്ങളുടെ പരിപാടി. അവളുടെ ഒരു സന്തോഷം കണ്ടില്ലേ? ഈ വരുന്ന 18-ാം തീയതി നല്ലൊരു മുഹൂർത്തമുണ്ട്. 18-ാം തീയതിയോ? അതെ, 18-ാം തീയതി തന്നെ നമുക്ക് നിശ്ചയം നടത്തണം. തുടർന്നുള്ള മുഹൂർത്തത്തിൽ എന്റെ മകനും ശ്രീകുട്ടിയും തമ്മിലുള്ള വിവാഹം നടത്താം. എല്ലാം എനിക്കൊരു സ്വപ്നം പോലെ തോന്നുക. ഇത് സ്വപ്നമല്ല, ഭാഗ്യമാണ്. ഇവന്റെ ഭാഗ്യമാണ്. നോ, ഇത് ഞങ്ങളുടെ ഭാഗ്യമാണ്. ഞങ്ങൾക്ക് കൊടുത്ത കാശ് തിരിച്ചിട്ടാനുള്ള യോഗമുണ്ടേ. അതെ, അതെല്ലാം തലയ്ക്ക് മേളിലിരിക്കുന്നവർക്ക് വിചാരിക്കണം. ഈശ്വര, ചെറുതാൻ എവിടെ നോക്കിയാലും. അല്ല, പെണ്ണിന്റെ അച്ഛനോ ഒന്നും കാണാതെ സംസാരിക്കാതെ? എന്തിന്? അവരൊക്കെ വലിയ വലിയ ആളുകളാ. ഒന്നിന് സമയമില്ല. തിരക്ക്. ഒന്ന് അതിനും സമയമില്ല. ഇപ്പൊ തന്നെ ഇക്കണ്ട സ്ഥാപനങ്ങളുടെ എല്ലാ ചുമതല ആരെ ഏൽപ്പിച്ചിരിക്കുന്നത്? ഈ എന്നെ തന്നെയാണ് ഈ കല്യാണത്തിന്റെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. ഒരെന്നാലും ഇല്ല. എല്ലാ കാര്യങ്ങളും ഇങ്ങോട്ട് വിട്ടു നോക്കും. ഞാൻ ഏറ്റു. ഞാനില്ലേ? എല്ലാം പറഞ്ഞതുപോലെ. അതെ, വരുന്ന 18-ാം തീയതി വിവാഹ നിശ്ചയം. അങ്ങനെ നിന്റെ വൈവാഹിക നിശ്ചയമായി. എന്റെ നിശ്ചയം എന്താണെന്ന് എനിക്കൊരു നിശ്ചയമില്ല. എടോ, ഇന്നേ ഇവന്റെ വൈവാഹിക നിശ്ചയോ, അല്ലാതെ തന്റെ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ അല്ല. പോടോ, വാടോ. എടോ, താങ്കൾ ഇന്നൊരു കോടീശ്വരനാവാൻ പോവുകയാണ്. ഈ മോതിരം മാറലിലൂടെ താങ്കളുടെ സ്വഭാവവും മാറരുത്. മക്കളോ, നിക്കടാ. ഒന്ന് എണ്ണം എടുത്തോട്ടെ. 1 2 3 4 5. ഒരെണ്ണം തേടി കാണും. ആ ഉള്ളതിനെ കൊണ്ട് പോകാം. സുന്ദരനായിരിക്കുന്നു. മോതിരം എടുത്തല്ലേ? വാ. ഉപ്പും ചാക്ക് പോലെ നിക്കോ? മുമ്പിൽ വാ, ചിലപ്പോ ഫോട്ടോ വീഡിയോ പിടിക്കും. വലത് കാലെടുത്ത് ഓടി തട്ടി വീഴല്ലേ? നാശമാകും. തീപ്പരി പതുക്കെ സംസാരിക്കൂ. ഈ തള്ള കയറൂരി വിട്ടിരിക്കുകയാണോ? ഇവരെന്താ ഇങ്ങനെ? എല്ലാരും എവിടെങ്കിലും ഒക്കെ നിൽക്കൂ. ഞാൻ പോയി സൈഡ് കണ്ടിട്ട് വരാം. സ്വാമി പാദം. എവിടെ വെച്ച് കണ്ട നല്ല പരിചയമുണ്ട്. നല്ല പരിചയമുണ്ട്. ഞാൻ ഇവരോടല്ല നിങ്ങളോടാ ചോദിച്ചത്. പക്ഷെ ഇവരന്ന് തെറ്റിദ്ധരിച്ചു. എങ്ങനെ എന്റെ വിലയും കാര്യങ്ങളൊക്കെ? ആവശ്യത്തിന് കഴിച്ചോളൂ, ഫ്രീയാ. അയ്യോ, ഇത് കാലിക്കുപ്പിയാ. മൂടി അയക്കടാ. മൊരിഞ്ഞിട്ടില്ല. അങ്ങനെയൊന്നുമില്ല. മോളെ, അവരവിടുന്ന് ചെറുക്കന് കൂട്ടിലെത്തി. ഞാൻ കണ്ടു. കണ്ടോ? കണ്ടല്ലേ? എപ്പ കണ്ടു?
എന്തിനാ കുട്ടികളെ അകന്ന് നിൽക്കുന്നത്? നിങ്ങൾ അടുത്ത് നിൽക്കേണ്ടവരല്ലേ? ഓ, മേഡ് ഫോർ ഈച്ച് അതർ. കോട്ടും ചൂട്ടിനേക്കാൾ നല്ല മുണ്ടും ഷർട്ടുവാ. അതാകുമ്പോ അഴിച്ചു കൊടുക്കുകയും ചെയ്യാം, മടക്കി കുത്തുകയും ചെയ്യാല്ല. അയ്യോ, കൈ മാറിപ്പോയാ. അത് സ്വാമി. മണവാളിന്റെ കസേര ഒഴിഞ്ഞെടുക്കാണല്ലോ. കക്ഷി എവിടെ? ഞാനവനെ കണ്ടിട്ടുമില്ല, പരിചയപ്പെട്ടിട്ടുമില്ല. ഇത് മണവാളച്ചെറുക്കന്റെ അച്ഛനാണ്. ഹലോ. ജി വി പ്രസാദ്. ഹലോ. അവനവിടെ കൂട്ടുകാരായിട്ട് സംസാരിച്ചോണ്ടിരിക്കുക. ആ, എന്നാ നിങ്ങൾ സംസാരിച്ചു നോക്ക്. ഞാൻ തന്നെ കക്ഷിയെ വിളിച്ചാൽ കസേരയിൽ ഇരുത്തിക്കോളാം. ഹലോ. ഹലോ, മണവാളന്റെ ആളാണോ? അതെ, മുംബൈയിൽ നിന്ന് ഞാനും മണവാളൻ ഒന്നിച്ചാ വന്നത്. എന്തേ? മണവാളിനെ കസേര കൊണ്ടിരുത്താൻ പറഞ്ഞു. ആര് പറഞ്ഞു? സേഠ്ജി പറഞ്ഞു. സേഠ്ജി പറഞ്ഞു? ആ കസേരല്ല. അതെ. ഇവൻ ഇത്രയും വലിയ ആളായ? സൂര്യമണ്ഡലം ഉയർന്നിരിക്കുക. ഒരു മിനിറ്റ്. ഇയാളാണോ മണവാളൻ? അയ്യേ. എന്തേ അല്ല, അങ്ങോട്ട് ഇരിക്കാന്ന് പറയായിരുന്നു. ഹലോ, കളക്ടർ വന്നു, അങ്ങോട്ട് ഇരുത്തിക്കോ. എടാ, നിന്നോട് ആ സിംഹാസനത്തിൽ ഇരിക്കാൻ പറയാൻ കാരണം എന്താ? കാഴ്ചയിൽ സുന്ദരനും ജാതിയിൽ ഉയർന്നവനും വിദ്യാഭ്യാസം സമ്പന്നായതുകൊണ്ടാവാം. നീയാ? ഇത് കളക്ടർ സോമസുന്ദരം. Take it easy. ഇതാണ് മണവാളൻ. ഞാൻ സേഡ്ജി തമ്മിൽ വർഷങ്ങളുടെ പരിചയ. ബൈ ദ വൈ, എന്ത് ചെയ്യുന്നു? ഇമ്മോറൽ ട്രാഫിക്കാന്റെ വീഡിയോ പൈറസി ഓഫ് ഇന്ത്യ. താങ്ക് യു. അതെ, മണവാളൻ എന്ന് പുള്ളിയുടെ പേരാ. ഇതാണ് പയ്യൻ. ഇതാണ്. നമസ്കാരം. ഞാനും അതാ വിചാരിച്ചത്, ഈ സേഡ്ജിക്ക് എന്ത് പറ്റിന്ന്. ഞാൻ ഈ കളക്ടർ എന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഈ സാധനത്തെ ആദ്യമായിട്ടാ നേരെ കാണുന്നത്. ഇതിപ്പം തൊട്ടാ സാധാരണ ഒരു വയറൻ, അല്ലാതെ പോകാനാ പറഞ്ഞത്. വിവരം ഇല്ല, ഉയരോ ഇല്ല. അവരുടെ വിചാരം കളക്ടർ തന്നെ വലിയൊരു ആളാണെന്നാ. മാഷു വാ ബൈ. മോനെ ഇവിടെ ഇരിക്കെ, ഞാൻ വന്നവരേക്ക് ഒന്ന് ടേക്ക് കെയർ ചെയ്യട്ടെ. ഓക്കെ? അതെന്താ അങ്ങനെ പറഞ്ഞേ? കല്യാണം കഴിഞ്ഞ പിന്നെ ഞാൻ അവിടെ തന്നെ ആയിരിക്കില്ലേ? പെണ്ണുങ്ങളായ ഇങ്ങനെ തന്നെ വേണം. എല്ലാവരും എത്തി. ഓ, അത് ശരി. സാർ, ഈ തടിവെട്ടുകാരൻ അല്ലേ, വെടിക്കെട്ടുകാരൻ കാരണം ഹരീഷൻ ഏട്ടനാ. ഏട്ടൻ നമ്മള് തമ്മില് ഇതുവരെ ഒന്നും പരിചയപ്പെടാൻ പോലും കഴിഞ്ഞില്ല. ഇപ്പൊ പരിചയപ്പെട്ടില്ലേ, പിന്നെന്താ? ഇദ്ദേഹത്തെ ആ ചെയറിലേക്ക് ഇരുത്തു. ആ, ഉവ്വ. ഞാൻ ഈ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന്. ഓക്കെ. ആ കാണുന്ന കസേരല്ലേ. അതെ, എനിക്ക് സേഡ്ജിയോടൊന്ന് സോറി പറയണം. എന്തിന്? ഞാൻ അദ്ദേഹത്തോട് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ദേഷ്യം അദ്ദേഹത്തിന് ഉണ്ടെങ്കിലോ? എന്ത് മണ്ടത്തരയി പറയുന്നത്? അദ്ദേഹത്തിന്റെ മനസ്സിൽ ദേഷ്യം ഉണ്ടായിരുന്ന ഈ വിവാഹത്തിന് സമ്മതിക്കുമായിരുന്നോ? ആണോ? ഇരിക്കേ. ഒരു മിനിറ്റ്. സാർ, അവിടെ വേറെ ഇരിക്കുമല്ലോ, അതാര്? ഈ തെണ്ടി എന്തിനാ അവിടെ കയറിയിരിക്കണേ? അതാ ഞാനും ആലോചിക്കുന്നത്. പിടിച്ചു മാറ്റവനെ. ഇപ്പം മാറ്റി തരാം. ഇവരൊക്കെ ആരാ? അത് താൻ അറിയണ്ട. യെസ് സാർ. ഓ റാൽഫ്, ഐ ആം സോറി. എക്സ്ക്യൂസ് മീ. ഇരിക്കെ. 1 മിനിറ്റ് പ്ലീസ്. 1 മിനിറ്റ്. ഇങ്ങോട്ടാണ് വരണം. കൂൾ ഡ്രിങ്ക്സ് കഴിച്ചോ. എനിക്ക് ദാഹിക്കുന്നില്ല. കഴിച്ചോളൂ, ദാഹിക്കുമ്പോ ഇനി കഴിക്കണ്ടല്ലോ. വല്ലയിടത്തും കയറി ഇരുന്ന്. ഇതൊക്കെ മൂടി വെച്ച് ഓരോരുത്തർ കാവലും നിൽക്കണ്ടല്ലോ. ആരെങ്കിലും എടുത്തോണ്ട് ഓടുന്നു വിചാരിച്ചിട്ടാ. ഇതൊന്നും തുറന്നേടെ ഇറക്കാം. വളരെ നന്നായി. മോൻ എന്താ ഇവിടെ ഇരിക്കണേ? ഇവിടെയാണോ ഇരിക്കണേ? ബാബാ വാ. സോറി. വാ. വേഗം വാ. എന്തായി? പേടിയുണ്ട? ഏ? പേടിയണ്ട. ഇല്ല. ഒരെണ്ണം താങ്ങിക്കോ. ആർക്കിട്ട്? കണ്ണു സർവത്തിടെ ചെന്ന് 2 വീശിക്കോ. പേടിക്കണ്ടെന്ന് കാശ് കൊടുക്കണ്ട. ഒന്നും ശരിയാവില്ലെന്ന്. അല്ല, ഇത് എന്റെ എടോ, അവനെ അവിടുന്ന് മാറ്റാൻ പറഞ്ഞിട്ട് അവൻ അവിടെ തന്നെ ഇരിക്കുവാണല്ലോ. ഞാൻ ഈ കണാപ്പനെ മാറ്റിയിരുത്തിയതാ. കല്യാണ വീടായിപ്പോയി, അല്ലെ ഞാൻ ചവിട്ടി ഇറക്കിയനെ. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ. എടോ, തന്ത്രപരമായിട്ട് അവനെ അവിടുന്ന് മാറ്റ്. സാറിന്റെ പണി നോക്കിയോ, ഇക്കാര്യം ഞാൻ ഡീൽ ചെയ്ത് തരാം. വന്ന കാറ് എന്ത്? ഒന്നേ. സോറി. വന്നേ. ആ കാറിന്റെ ഡ്രൈവർ, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. എന്താ? ഇവിടെ നിൽക്കുക, അത്ര തന്നെ. ഹലോ. ഇനി ആ കസേര കയറി ഇരുന്നല്ലേ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. ചോദിക്കാൻ മറന്നുപോയി. കുടിക്കാൻ എന്തെങ്കിലും ആവാം. സോഡ ഒഴിക്കണ, വെള്ളം ഒഴിക്കണ? അതൊന്നും വേണ്ട. ഡ്രൈയാ, ചങ്കുപാടി പോകുമ്പോണ്ടേ. അതെ അച്ഛാ, ഒരാള്.
ഐ ആം ജി വി പ്രസാദ്. എന്റെ മകൻ രമേശ് പ്രസാദ്. ഇവനാണ് ചെറുക്കൻ. ഹായ്. അപ്പൊ ആദ്യം ഒരാളെ പരിചയപ്പെട്ടതോ? ആദ്യം പരിചയപ്പെട്ടത് മണവാളൻ, ആ. പിന്നെ പരിചയപ്പെട്ടത് പയ്യൻ. അപ്പൊ ഇതോ? ഇതയാളുടെ ചക്കൻ പറഞ്ഞില്ലേ? എക്സ്ക്യൂസ് മീ സർ, ഒന്നിങ്ങി വന്നാട്ടെ. ഞാനും ചോദിച്ചോട്ടെ, നമ്മൾ ആരാ മനസ്സിലായില്ല? ഞാൻ പയ്യന്റെ ബന്ധുക്കാരൻ. ഏതോ ഒരു മണവാളന്റെ കാര്യം ആ പറഞ്ഞല്ലോ. അത് ദുബായിൽ നിന്ന് ബോംബെ വഴി ധർമ്മേന്ദ്രൻ കൂടെ വന്നില്ലേ? ധർമ്മേന്ദ്ര ഒന്നുണ്ടോ? പിന്നെ എന്നോട് പറഞ്ഞില്ലല്ലോ. തന്നോട് പറഞ്ഞിട്ട് വരും താനാരാ ധർമ്മേന്ദ്ര അച്ഛനാ? എന്നാ ഒന്ന് കാണണമല്ലോ. എന്നാ കാണാം. അതല്ല, ധർമ്മേന്ദ്ര ഒന്ന് കാണണമല്ലോ എന്ന്. ആ ധർമ്മേന്ദ്ര വാ, ധർമ്മോ, ദേ ഇതാണ് ധർമ്മേന്ദ്ര. മേരാനാം നിങ്ങളുടെ ദോസ്ത് ഹേ. താനെന്താ മനുഷ്യനെ കളിയേക്ക? ഏ? ധർമ്മേന്ദ്രയെ കണ്ടാ മനസ്സിലാക്കാൻ കാഴ്ചയുള്ള കണ്ണെനിക്കുണ്ട്. ഇത് നല്ല കൂത്ത്. ദേ ഇയാള് പറയണത് താൻ ധർമ്മേന്ദ്ര അല്ലെന്ന്. അപ്പൊ താൻ കള്ളപ്പന്നിയാണോ ബോംബെന്ന് വന്നത്? ഏത് കള്ളപ്പന്നിയാണാ പറഞ്ഞത്? കള്ളപ്പന്നി അല്ല, നീ വെള്ളപ്പന്നി. ഡാ, നീ ധാരാവി ധാരാവി കേട്ടിട്ടുണ്ടാ? ഉണ്ടോടാ? കുത്ത കമീനെ ഉള്ളുക്ക പട്ടേ പോട്ടെ പോട്ടെ. അല്ല, ഞാൻ പോട്ടേന്ന്. ഡാ, ഞാൻ ധർമ്മേന്ദ്രല്ലെന്ന് നിന്നോട് ആരാടാ പറഞ്ഞത്? ഞാൻ മണവാളന്റെ അച്ഛനാ. മണവാളിന്റെ അച്ഛനാ? മണവാളിന് ഇത്രയും ഭംഗിയുള്ളൊരു തന്തയുണ്ടെന്ന് എനിക്കറിയില്ല. ദേ കണ്ടാ പറയില്ല, ഒരു മാച്ചുമില്ല. ഒരെണ്ണം പിടിപ്പിക്കണം. പിടിച്ചതൊക്കെ മതി. മണവാളിനെ കാണാ. ആവോ തന്താജി. ആ ഇതാണ് അന്നദാന രേഖ. എന്റെ ഞാൻ എന്താ കാക്കാനില്ല. വസൂതി വാ നിങ്ങള്. ആ ഇതാണ് ഒരു കൈ. ശരിക്കും ഹസ്തരേഖ ശാസ്ത്രം പ്രകാരം നിന്റെ അച്ഛൻ. അച്ഛൻ ഇയാളെന്റെ അച്ഛനാണെന്ന് ആരാ പറഞ്ഞേ? ഇയാള് പറഞ്ഞു. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? ഇത് ഞാൻ എന്റെ അമ്മ കൊടുത്ത വാക്കാ. എന്നെങ്കിലും എന്റെ അച്ഛനെ കാണുമ്പോൾ ഈ കരണം തല്ലി പൊളിക്കുമെന്ന്. എന്താ ഉണ്ടായത്? എന്റെ അമ്മയെ ഗർഭിണിയാക്കിട്ട് കടന്നു കളഞ്ഞ ദുഷ്ടനാണ് ഇയാൾ. എന്നിട്ടിപ്പോൾ വന്നിരിക്കുന്നു അച്ഛനാണെന്ന് പറഞ്ഞ്. അച്ഛനാണത്രേ അച്ഛൻ. നോ, എനിക്ക് ഇങ്ങനത്തൊരു ഡാഡി വേണ്ട. നിങ്ങൾക്കറിയോ, 3-ാമത്തെ വയസ്സിൽ അച്ഛനെ കാണണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരയുമ്പോൾ പള്ളിയിൽ അച്ഛന്മാരെ കാട്ടിത്തന്ന് തൃപ്തിപ്പെടുത്തുമായിരുന്നു എന്റെ പൊന്നമ്മച്ചി. എന്താ എന്താ ഇവിടെ പ്രശ്നം? ആരാണ് ഇവരൊക്കെ? ഇവിടെ ഒരുത്തൻ ധർമ്മേന്ദ്ര എന്നും പറഞ്ഞ് എന്നെ തൂണിച്ചാടി എടുത്ത് ഇടിച്ചു. ഇവന്റെ അച്ഛനാണെന്നും പറഞ്ഞ് എന്നെ അടിച്ചു. ഇവന്റെ അമ്മയെ ഞാൻ ചതിച്ചു അത്രേ. എന്റെ അമ്മയെ ചതിച്ചില്ല പിന്നെ ഞാനങ്ങനെ എന്തായി? വായടക്കടാ. ഞാൻ കരുതിയത് ഇവരൊക്കെ നിങ്ങളുടെ ആൾക്കാരാണെന്നാ. നിങ്ങളുടെ ആൾക്കാരെന്നാ ഞാൻ കരുതിയത്. ഈ അലവലാദികളോ, ഈ തെണ്ടികളൊക്കെ ആരാണ് ഇങ്ങോട്ട് ക്ഷണിച്ചത്? കുറച്ചുകൂടി മാന്യോട് സംസാരിക്കണം. ഞങ്ങൾ ഇവിടെ വലിഞ്ഞേറി വന്നവരൊന്നും അത് പറയാൻ താനാരാ? സാർ ഇവരൊക്കെ എന്റെ ആൾക്കാരാ. നീ ഏതാടാ നായേ? ആര് ക്ഷണിച്ചിട്ടാ ഇവരെയൊക്കെ കെട്ടിയെടുത്തോണ്ട് നീ ഇങ്ങോട്ട് വന്നത്? പറയടാ, എന്താ നിന്റെ ഉദ്ദേശം? സാറേ എന്റെ പൊന്ന് സാറേ, അങ്ങയുടെ മകള് സ്നേഹിച്ച ഈ ഹരീഷിനെ കൊണ്ട് അവളുടെ വിവാഹം നടത്തണമെന്ന് സാറ് പറഞ്ഞനുസരിച്ച് ഞാനല്ലേ പോയി കല്യാണം ഉറപ്പിച്ചത്. എന്നിട്ട് സാർ ഇങ്ങനെ പരസ്പര ബന്ധമില്ല സംസാരിച്ച സ്മോൾ അടിച്ചിട്ടുണ്ടല്ലേ. ഇപ്പൊ ശരിയാക്കി തരാം. കുറച്ച് ധൈര്യം ഉണ്ടോന്നേ. ഇപ്പൊ കെട്ടിറക്കാം. താൻ എന്താണോ പറഞ്ഞത്? എന്റെ മകൾ ഈ തെണ്ടിയെ സ്നേഹിച്ചു വന്നു. അവൾ ഇഷ്ടപ്പെട്ടതും ഞാൻ ഉറപ്പിച്ചതും ഈ നിൽക്കുന്ന രമേശുമായിട്ടുള്ള വിവാഹമാണ്. എന്റെ മകളെ വിവാഹം കഴിക്കാൻ യോഗ്യതയുള്ള ഇവനുമായിട്ടുള്ള വിവാഹ നിശ്ചയമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. താനായിട്ട് കൂട്ടിക്കൊണ്ട് വന്നവരെ താൻ തന്നെ പറഞ്ഞു വിടണോ അതോ ഞാൻ ആട്ടിപ്പുറത്താക്കണോ? ആട്ടിപ്പുറത്താക്കാൻ വരട്ടെ. അതിനു മുമ്പ് താൻ തന്റെ മോളോട് തന്നെ ചോദിച്ചു നോക്ക്. അവള് സ്നേഹിച്ച എന്റെ അനിയൻ ഹരിയാണോ അല്ലെങ്കിൽ ഈ നിൽക്കുന്ന യോഗ്യനാണോ എന്ന്. എന്റെ വീട്ടിൽ കയറി വന്ന് എന്നോട് എന്താ ഇതൊക്കെ? ഹരിയായിട്ടുള്ള വിവാഹത്തിന് ഡാഡി സമ്മതിച്ചല്ലേ? ഇപ്പൊ പിന്നെ എന്താ ഇങ്ങനെയൊക്കെ പറയാ? ഇപ്പൊ മനസ്സിലായില്ലേ ഞങ്ങൾ വലിഞ്ഞേറി വന്നവരല്ലെന്ന്. ഞങ്ങൾ ഇവിടുന്ന് എന്തൊക്കെയോ തിന്നുകയോ കുടിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഈ പടിക്കരി ഛർദ്ദിച്ചിട്ട് ഞങ്ങൾ പോവും. പടാ. എടോ, പണമുണ്ടായിട്ട് കാര്യമില്ല, അന്തസ് വേണം. ഇല്ലെങ്കിലേ സ്വന്തം വീട്ടിൽ തെണ്ടിപ്പിള്ളേർ ഇതുപോലെ കേട്ട് നിരങ്ങും. പടാ. കാരണം ഇതൊക്കെയാണ് പാവപ്പെട്ടവരും പണക്കാരും തമ്മിലുള്ള വ്യത്യാസം. കാശില്ലാത്തവൻ എന്നും അപമാനമേ വിധിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വിഷമം ഉണ്ടെന്ന് എനിക്കറിയാം. ആ വിഷമങ്ങളുടെ കൂമ്പാരത്തിൽ ഈ ചെറു വിഷമം കൊണ്ട് ഉൾപ്പെടുത്തിയേരെ. വേറെ ഒന്നും വിചാരിക്കരുത്. 3 പവന്റെ മോതിരം നഷ്ടപ്പെടുത്താനുള്ളൊരു സാമ്പത്തിക സ്ഥിതി എനിക്കിപ്പോഴില്ല. അബ്ബേ, ഇനിയൊരു അക്ഷരം മിണ്ടിപ്പോവരുത്. നിന്റെ ഈ ആഗ്രഹം നടക്കില്ല. ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല.
മുടങ്ങിയ നിശ്ചയമായതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു, പൊറുത്തു. കല്യാണമായിരുന്നെങ്കിൽ ഈ മണവാളിനൊരു കൊലയാളിയായി മാറുമായിരുന്നു. എന്താ നിന്റെ പ്ലാൻ? എടാ ചോദിച്ചത് കേട്ടില്ലേ? ക്യാ ഹേ തുമാരാ പ്ലാൻ? ആ പെണ്ണിന്റെ കാര്യത്തിലാണോ? എന്റെ കാശിന്റെ കാര്യത്തിൽ. കാശിന്റെ കാര്യത്തിലാണെങ്കിൽ എന്റെ ബ്രെയിൻസിൽ കുറെ ബുദ്ധികൾ ഉദിച്ചു വരുന്നുണ്ട്. വേണ്ട വേണ്ട വേണ്ട, ഇത്തിരിയെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഇവന് കാശ് കൊടുക്കുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ തനിക്ക് ബ്രെയിനേ ഇല്ല. ഡാ, അല്ലെങ്കിൽ ഇയാള് വിളിച്ചപ്പോ താൻ ബോംബെന്ന് വണ്ടി എടുത്ത് വരേണ്ട വല്ല കാര്യമുണ്ടോ? ചുപ്രഹോ കുത്ത്. ഞാൻ എന്ത് ക്ഷമിക്കും, പക്ഷെ എന്റെ ബ്രെയിനിൽ തൊട്ട് കളിക്കരുത്. സംശ ആ ഇല്ലാത്ത സാധനത്തിൽ തൊട്ട് കളിച്ച ഈ അനുപം കേറ് ഒരു പണ്ടാറ. ധർമ്മേന്ദ്ര. ബി ഹരീന്ദ്ര, ഒരു മിനിറ്റ്. നിന്റെ ജ്യേഷ്ഠൻ കേൾക്കണ്ടെന്ന് കരുതിയ ഇങ്ങോട്ടേക്ക് മാറി നിന്നത് രഹസ്യമാ. നമ്മൾ 4 പേരല്ലാതെ മൂന്നാമതൊരാൾ ഇതറിയരുത്. ആലോചിക്കും മിസ്റ്റർ ഹരി, നീ വിളിച്ചാൽ അവൾ ഇറങ്ങി വരുമോ? വരും, പക്ഷേ ഞാൻ വിളിക്കില്ല. അതൊന്നും പറഞ്ഞ പറ്റില്ല. നീ വിളിക്കുന്നു, അവൾ വരുന്നു, നിങ്ങൾ 2 പേരും കൂടി നല്ലൊരു ഹോട്ടൽ റൂമിൽ മുറിയെടുക്കുന്നു. അവളോട് കടം ചോദിക്കാനാ? കടം ചോദിക്കാൻ ആരെങ്കിലും ഹോട്ടൽ റൂമിൽ മുറിയെടുക്കോ? സോറി, ഭക്ഷണം കഴിക്കാനാണല്ലേ. ആ ഹോട്ടൽ മുറിയിൽ ഇപ്പോൾ നിങ്ങൾ 2 പേര് മാത്രം. ഒരു 5 മിനിറ്റ് ഇമവെട്ടാതെ ഒരു പുഞ്ചിരി സമ്മാനിച്ച് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി നിൽക്കുന്നു. ദാ ഇങ്ങനെ. അതെ, നിങ്ങളിങ്ങനെ നടക്കാത്ത കാര്യത്തെ പിന്നെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഞാനങ്ങ് പോകും മുംബൈക്ക്. ഈ ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോ? അവിടുത്തെ അധോലോക രാജാക്കന്മാർക്ക് ഞാൻ വെറും 50,000 രൂപ വീശും. പിന്നെ എന്റെ 35,000 രൂപ പുഷ്പം പോലെ അവർ വാങ്ങിത്തരും. എന്റെ വണ്ടി പെട്രോൾ അടിക്കാൻ കാശില്ലാത്തത് നിന്റെയൊക്കെ ഭാഗ്യം. ഹലോ ഹരി, ഞാൻ ഗംഗയാ. ഞാനിപ്പോ റെയിൽവേ സ്റ്റേഷനിൽ വിളിക്കുന്നത്. ഹരി എത്രയും പെട്ടെന്ന് ഇവിടെ വരെ വരണം. ആരാ? ഗംഗയാ. എന്താ അത്യാവശ്യ കാര്യമെന്ന് തോന്നുന്നു. റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യാം. പ്രേമ നൈരാശ്യം മുത്ത് അവള് കൂട്ടാത്മഹത്യ ചെയ്യാൻ വിളിക്കായിരിക്കും. നീണ്ടു നിവർന്ന് കിടക്കുന്ന റെയിൽവേ ട്രാക്ക് കണ്ട് നിനക്ക് അങ്ങനെ ഒന്നും തോന്നിയേക്കല്ലേട്ടാ? എന്നറിക്കാണ്ട് നീ ആത്മഹത്യ ശ്രമിച്ച കൊന്നുകളി ഞാൻ. ഈ മൊബൈൽ ഫോണും ബൈക്കിന്റെ കീയും എന്റെ കയ്യിൽ ഇരിക്കട്ടെ. ചലോ, ഒരു ധൈര്യത്തിന്. ഈ ധാരാവി പിന്നെ ഒന്ന് വേഗം വാ. ഞാൻ മംഗലാപുരത്തേക്ക് 2 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് അവിടെ ചെന്നിട്ട് തീരുമാനിക്കാം പിന്നെ ഇങ്ങോട്ട് പോണെന്ന്. നീ എന്തായി പറയണേ? തൽക്കാലം നമ്മൾ ഇവിടെ വിട്ടു പോകുന്നു. എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും. അല്ലാതെ വേറെ മാർഗമില്ല. ഡാഡി എനിക്ക് വേറെ കല്യാണം ആലോചിക്കുക. വാ. എന്നാലും ഒളിച്ചോടുക പറഞ്ഞ പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഒരു 3 മാസം ഇവിടുന്ന് മാറി നിന്നാ മതി. അപ്പോഴേക്കും ഡാഡിയുടെ മനസ്സ് മാറും. അതിൽ കൂടുതലൊന്നും എന്നോട് വാശി കാണിക്കാൻ ഡാഡിക്ക് പറ്റില്ല. നിനക്കറിയാലോ ഗംഗെ, ഞാനിവിടെ കടത്തിന് മേൽ കടമായിട്ട് നിൽക്കുക. ഈ അവസ്ഥയിൽ എനിക്ക് ഇവിടുന്ന് മാറി നിൽക്കാൻ പറ്റില്ല. ഇവിടെ നിന്നാ കടം തീർക്കാൻ പറ്റുമോ? ആരെ കൊന്നിട്ടായാലും കടം തീർത്തല്ലേ പറ്റൂ. നീ വീട്ടിലേക്ക് ചെല്ല്. ഞാൻ പറയുന്നു കേക്ക്. ഹരി എന്റെ ഒപ്പം വന്നാലും ഇല്ലെങ്കിലും ശരി, ഞാൻ ഇനി എന്റെ വീട്ടിലേക്കില്ല. ഹരിക്ക് വേണമെങ്കിൽ ഈ ബന്ധം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. പക്ഷെ പിന്നീട് ഒരിക്കലും നിങ്ങൾ എന്നെ കാണില്ല. அந்த திருட்டு ராஸ்கலை கண்டுபிடிச்சு அவன் உடம்பு பீஸ் ஆக்கணும். டேய் சீக்கிரம் வாங்கடா. എനിക്കറിയാം ഹരിക്ക് വരാതിരിക്കാൻ കഴിയില്ലെന്ന്. എന്റെ കയ്യിൽ 10ന്റെ പൈസ ഇല്ല എന്നുള്ള കാര്യം നിനക്കറിയില്ലല്ലോ. ഒരു 3 മാസം എന്നെ സംരക്ഷിക്കാൻ കഴിയില്ലേ? നീയൊക്കെ വലിയ കോസ്റ്റ്ലി അല്ലേ മോളെ. എനിക്കാണെങ്കിൽ കൂലിപ്പണിയും വശമില്ല. കയ്യിൽ കാശില്ലാത്തോണ്ടാ? സ്നേഹം കൊണ്ട് മാത്രം കഴിയാൻ പറ്റൂല്ലോ. പൊളിഞ്ഞ് കുത്തുപാളി എടുത്ത ഒരാളുടെ കൂടെ ഇറങ്ങി വരുന്നതെന്ന് എനിക്കറിയാം. ഇതെവിടുന്ന? ഡാഡിയുടെ ലോക്കർ തുറന്ന് കൈ കിട്ടിയത് മുഴുവൻ എടുത്തു. ഉറങ്ങിയില്ലേ? ഇല്ല, ഹരി ഇതുവരെ കണ്ടില്ല. അയ്യോ എന്നതല്ലേ, ഞാൻ ഇന്നപ്പുറം കാട്ടുന്നില്ല സാറേ. എന്താ ആലോചിക്കുന്നത്? ഏയ്, എന്നെ കാണാണ്ട് കാരണമായിട്ടും വിഷമിക്കണ്ടാവും. ഞാൻ വല്ല കടുങ്കൈ ചെയ്ത് കാണുമെന്ന് കരുതിയിട്ടുണ്ടാവും. പാവം. അടുത്ത ഏതെങ്കിലും സ്റ്റേഷനിൽ ഇറങ്ങി ഒന്ന് വിളിച്ചാ പോരെ?
ಮಂಗಲಾಪುರಂವರೆಗೂ ಹೋಗುವ ಮಂಗಳೂರು ಎಕ್ಸ್‌ಪ್ರೆಸ್ 1ನೇ ಪ್ಲಾಟ್‌ಫಾರಂನಲ್ಲಿ ಬರುತ್ತಿದೆ. തിരുവനന്തപുരം മാംഗ്ലൂർ എക്സ്പ്രസ് will leave from platform number 1 shortly. ഇത് അവന്റെ ഫോണാ. ഇവിടെ എവിടെയോ ഉണ്ട്. ആ അണ്ടർവെയറിന്റെ പോക്കറ്റില്ല. ഉണത്തണ്ട, ബാക്കിയുള്ള കൂടി കേൾക്കേണ്ടി വരും. ഞാൻ എടുക്കട്ടെ. നീ ഇത്തരക്കാരനാന്ന് ഞാൻ വിചാരിച്ചിട്ടാ. നിനക്കുള്ള അച്ഛനാങ്ങളമാര് ഇയാളുടെ അവസ്ഥ ഇതാണെങ്കിൽ അല്പ സൗന്ദര്യമുള്ള എന്റെ അവസ്ഥ എന്താണ്? എടോ മണിയാ. അയ്യേ, ഒറ്റ കൊട്ടുന്നല്ല പോത്തെ. ഇത് കണ്ട, ഇതാ പറഞ്ഞത്. ഓണാക്കിയിട്ടുണ്ട്. ഹലോ ഏട്ടാ, ഞാൻ കുറച്ച് ദിവസത്തേക്കൊന്ന് മാറി നിൽക്കാം. കടക്കാരെയൊക്കെ ഒന്ന് സമാധാനിപ്പിച്ച് നിർത്തണം. കാശിനെന്തെങ്കിലും വഴി ഉണ്ടെങ്കിൽ ഞാൻ വരും. ഏട്ടാ, ഞാൻ വിളിക്കാം. എന്റെ പെട്ടി. കൂടെ ഉണ്ടായിരുന്ന ആളെയാണ് അന്വേഷിക്കുന്നത്. അയാൾ കഴിഞ്ഞ സ്റ്റേഷനിൽ പെട്ടിയെടുത്ത് ഇറങ്ങി പോയല്ലോ. അയാൾ തന്നെ ആരാ? അല്ല, കുട്ടി എങ്ങോട്ട് പോണത്? കുട്ടി വിഷമിക്കണ്ട, എൻ്റെ കൂടെ പോന്നുള്ളൂ. ഐ വിൽ ഹെൽപ്പ് യു. ഏയ്, എവിടെ പോന്നു? മോളെ, നിനക്ക് അവനെ മറക്കാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാനാ ഡാഡി വന്നത്. അവനെവിടെ? ഹരികൃഷ്ണൻ? എനിക്കറിയില്ല. മോള് വാ. സർ, വേഗം വയ്ക്കും. കുറച്ച് പണം നഷ്ടപ്പെട്ടെങ്കിലും അവനൊരു കള്ളനാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലേ? എന്റെ സ്ഥാനത്ത് ഈ സിറ്റുവേഷനിൽ മറ്റൊരാളായിരുന്നെങ്കിൽ നിന്നെ കൊന്നുകളഞ്ഞേനെ. മനസ്സിലായിക്കോ? വാ മോള് എഴുന്നേക്ക്, വാ. എന്നിട്ട് മോള് ആദ്യം ഒന്ന് കുളിച്ച് ഫ്രഷാ. പിന്നെ നിന്റെ കൂട്ടുകാരി പൂർണിമ 3-4 പ്രാവശ്യം വിളിച്ചിരുന്നു. അവളെ ഇന്ന് പെണ്ണ് കാണാൻ വരുന്ന ദിവസമല്ലേ? മോൾ അവിടെ ഉണ്ടാവണ്ടേ? ചെല്ല്, പോയി ഫാസ്റ്റായിട്ട് ഡ്രസ്സപ്പ് ചെയ്ത് പഴയ ഗംഗയായിട്ട് വാ. ചെല്ലു മോളെ. ആ, എന്താ സാറിനൊന്ന് കാണാൻ പറ്റില്ല? ഒരു അത്യാവശ്യ കാര്യം പറയാനായിട്ട് കാണാൻ പറ്റില്ല. പ്ലീസ് ഒന്ന് കൈവിട്. ഇവരെ കടത്തി വിടണോ? വേണ്ട വേണ്ട. അവനെയും കടത്തി വിട്ടേരെ. സാർ, ഗംഗ എവിടെ സാർ? ഉത്തരേന്ത്യയിൽ. ഉത്തരേന്ത്യയിലോ? ഹിമവൽ സാനുക്കളിൽ നിന്നും ഉത്ഭവിച്ച് പഞ്ചാബ്, ഹിമാചൽ, ഉത്തരാഞ്ചൽ, അരുണാചൽ എന്നീ പ്രദേശങ്ങളുടെ ഒഴുകി ഒഴുകി അഴുകി ഒടുവിൽ ഈ പഞ്ചായത്തിൽ വന്ന് പതിക്കും. എന്താ സാർ, തെറ്റാണ് ഞാൻ ചെയ്തത്. എനിക്ക് മാപ്പ് തരണം. ഗംഗ അവള് സുരക്ഷിതയാണെന്ന് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. എന്റെ മോളെ സംരക്ഷിക്കാൻ
എനിക്കറിയാം. എനിക്ക് അവളൊന്ന് കാണണം, കാര്യങ്ങൾ തുറന്നു പറയണം. പെട്ടി മോഷ്ടിച്ച കഥ പറയാനായിരിക്കും. സാർ, ഞാനൊന്നും മോഷ്ടിച്ചിട്ടില്ല. സംഭവിച്ചത് എന്താണെന്ന് കേൾക്കാനുള്ള സന്മനസ്സുണ്ടാവണം. നിന്നെ ഞാൻ വല്ലാതെ തെറ്റിദ്ധരിച്ചു. കുറച്ചു മുമ്പ് വരെ എന്റെ മനസ്സിൽ നീ ഒരു ചതിയനായിരുന്നു, കള്ളനായിരുന്നു. ഇവൻ പറഞ്ഞതൊക്കെ നുണയാണ് സാർ, കല്ല് വെച്ച നുണ. സ്റ്റോപ്പ് ഇറ്റ്. ഇവനെ പോലെ സത്യസന്ധനായ ഒരാളെ കുറിച്ചാണോ താൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഗംഗ അവളുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിരിക്കുവാണ്. നീ അങ്ങോട്ട് ചെന്ന് അവളോടും നടന്ന കാര്യങ്ങൾ തുറന്നു പറ. അവളും നിന്നെ തെറ്റിദ്ധരിച്ചിരിക്കുവാണ്. എന്തുകൊണ്ടും എന്റെ മകക്ക് ചേർന്നവൻ നീ തന്നെയാണ്. നിൽക്ക്. രാഘവേന്ദ്ര സേട്ടുവിന്റെ മരുമകനാകാൻ പോകുന്ന നീ ഈ ഡ്രസ് ഇട്ടുകൊണ്ടാണ് അങ്ങോട്ട് പോകാൻ പോകുന്നത്? പരമാനന്ദം, എടോ പരമാനന്ദം, ഇവൻ ഇവിടെ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ഡ്രസ്സ് തന്നെ വാങ്ങിച്ചുകൂട്. പോകുന്നത് നമ്മുടെ പുതിയ കാറിൽ തന്നെ ആയിക്കോട്ടെ. കോളടിച്ചല്ലോ മരുമകൻ. ശ്രീകുട്ടി എന്തി അരച്ചോണ്ടിരിക്കുക. ചരച്ചോണ്ടിരിക്കുന്നു. അല്ല, അവള് അപ്പുറത്ത് മുളക് അരച്ചോണ്ടിരിക്കുക. എന്താ? അയ്യോയ്യോയ്യോ, മോൾ എന്തിനാ ഇങ്ങനെ പ്രാകൃതമായ രീതിയിൽ കഷ്ടപ്പെടുന്നത്? അങ്കിളിനോട് പറഞ്ഞിരുന്നു ഒരു ഗ്രൈൻഡർ വാങ്ങി തരില്ലായിരുന്നോ? ഒരിക്കൽ ഞാനിത് ഊരിയെടുത്തതാണ്. പിന്നീട് ആലോചിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് മോളുടെ വിരലിൽ കിടക്കുന്നതാണ് അതിന്റെ ശരിയെന്ന്. കരുണ, എനിക്ക് വീണ്ടും വീണ്ടും വിചാരമുണ്ടായി. എന്റെ മോനെ ഇവളും തമ്മിലുള്ള കല്യാണം പറഞ്ഞതുപോലെ നടത്തണം. തന്നെ അങ്ങനെ വിശ്വസിക്കും? ഇനി ഇത് ഊരിക്കൊണ്ട് പോയില്ലെന്ന് എന്താ ഉറപ്പ്? ഒരു ദുർബല നിമിഷത്തിൽ അങ്ങനെ പറ്റി. വേണേ ആരും കേൾക്കാതെ 2 പുളിച്ച തെറി വിളിച്ചു. അല്ലേ മറ്റാരും കാണാതെ കർണക്കുറ്റിക്ക് 2 ചളുക്ക് വിട്ടോ. എന്നാലും ഇങ്ങനെ ചങ്കരിയുടെ വർത്താനം പറയരുത്. അയ്യോ, മുളക് മുളക്. ഓ, കുറച്ച് വെള്ളം എന്താ, കുറച്ച് വെള്ളം എന്താ. കുഴപ്പമൊന്നുമില്ല. മുളക് വെള്ളം. അയ്യോ കരുണ, ഈ വിവാഹം പറഞ്ഞ പോലെ നടത്തണം. അല്ലാതെ ക്ഷീണിച്ചു മനപ്രയാസം കൊണ്ടായിരിക്കും. അമ്മേ.